പിന്നെ പുകയാണല്ലോ മൊത്തം. അയ്യേ ശോകം അയ്യ ദൈവമേ ശോകം കണ്ടു. ചീറ്റിപ്പോയത് കണ്ടോ പൊന്നേ, ചീറ്റിപ്പോയത് കണ്ടോ. അയ്യയ്യയ്യയ്യയ്യയ്യേ. ഹലോ, അപ്പോൾ വിഷുവിൻ്റെ തലേദിവസം ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ കിച്ചറും കൂടി വൈകുന്നേരമൊക്കെ ഇപ്പോൾ പടക്കം വാങ്ങിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. പടക്കം ഇല്ലാണ്ട് എന്ത് വിഷു ആഘോഷമല്ലേ. അപ്പോൾ ഞങ്ങൾ പടക്കമൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങി. വൈകുന്നേരമൊക്കെ അപ്പോൾ ഞങ്ങൾ വാങ്ങിക്കാമെന്നാണ് ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ വൈകുന്നേരം ആയിരിക്കുമ്പോൾ കടയിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച മാതിരിയുള്ള പടക്കമൊന്നും കിട്ടത്തില്ല. ചിലപ്പോൾ ചില പടക്കമൊന്നും കൊത്തത്തില്ല, അങ്ങനെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഹോൾസെയിലായിട്ട് എടുത്തു കേട്ടോ. കിച്ചറിൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞ് ആ ചേട്ടൻ്റെ അടുത്ത് എല്ലാം സെറ്റ് തച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോയി വാങ്ങിച്ച് കൊണ്ടുവന്നു കേട്ടോ. പോണ വയ്ക്കാൻ മുട്ടം ബ്ലോക്ക് കിട്ടി. പിന്നെ ഞങ്ങൾ കുറച്ച് കട്ട പോസ്റ്റ് ആയി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് അങ്ങോട്ടാന്ന് പറഞ്ഞത്. അടുത്ത ദിവസം അമ്മച്ചിയുടെ പിറന്നാളാണ് കേട്ടോ. അപ്പം അമ്മച്ചിക്ക് ഇതിൽ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരെ ബാഗ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കടയ്ക്ക് ഒരു ബാഗ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ഞാൻ വിചാരിച്ച ഡ്രസ്സ് എടുത്ത് കൊടുക്കാമെന്നാണ്. പിന്നെ വിചാരിച്ച ഡ്രസ്സ് വേണ്ട, ബാഗ് എടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ദിവസം കഴിയുമ്പോൾ അമ്മച്ചി ട്രിപ്പ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ എടുത്ത് പറഞ്ഞായിരുന്നു ഒരു കുഞ്ഞ് ഹാൻഡ് ബാഗ് വാങ്ങിക്കണം. അപ്പോൾ ഒരു കുഞ്ഞ് പേസും ഒരു ഫോണൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് വലിയ ബാഗ് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അമ്മച്ചിയുടെ കയ്യിൽ ഓൾറെഡി ഒരു ബാഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അന്ന് വാങ്ങിച്ച് കൊടുക്കാം, കുഞ്ഞ് ബാഗ് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ കടയിൽ കയറിയതാണ്. ഒരു ബാഗ് എടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. 2 ബാഗ് എടുത്തോണ്ടാണ് വന്നത്. ഹാൻഡ് ബാഗും എടുത്തു. പിന്നെ ഞാൻ ഇപ്പോൾ കാണിച്ചൊരു ബാഗില്ല, ആ ബാഗും എടുത്തു കേട്ടോ. നല്ല രസമുണ്ട്, അത്യാവശ്യം നല്ല സ്പേസൊക്കെ ഉണ്ട് കേട്ടോ. അമ്മച്ചിയുടെ ഉണ്ടായിരുന്നൊരു ബാഗിലെ സൈഡൊക്കെ ഒന്ന് പോയിട്ടൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും നല്ലൊരു ബാഗ് കൂടെ വാങ്ങിച്ചു. അപ്പോൾ ആ 2 ബാഗ് വാങ്ങിച്ച് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നപ്പോഴേ ഇത് നല്ലൊരു മഴ പെയ്തിറങ്ങി. പടക്കമൊക്കെ എങ്ങനെ പൊട്ടിക്കൊന്നായി പോയി. ഇത്ര ദിവസം ചൂടെടുത്ത് ഇരുന്നിട്ട് കറക്റ്റാണ് വിഷുവിൻ്റെ തലേ ദിവസം ഇപ്പോൾ ഒരു അടിപൊളി മഴ. എൻ്റെ പൊന്നു, പടക്കം പൊട്ടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടല്ലേ. നമ്മൾ വെറുതെ വിടും. മഴയൊക്കെ മാറിയതിന് ശേഷം നമ്മുടെ പരിപാടി തുടങ്ങി കേട്ടോ. നമ്മൾ പടക്കമൊക്കെ പൊട്ടിച്ച് അടിപൊളിയായിട്ട്. ചെക്കനാണെങ്കിൽ ആദ്യം പടക്കം പൊട്ടിച്ചപ്പോൾ ചെക്കനൊന്ന് നൈസായിട്ട് പേടിച്ചു കേട്ടോ. ഓടി അകത്തേട്ട് കയറി. പിന്നെ അതേ അച്ഛയുടെ കൈ തന്നെ പടക്കം പൊട്ടിക്ക് ഇത് തന്നെയായിരുന്നു പരിപാടി. എന്നിട്ട് പിന്നെ നമ്മളവിടെ നിന്ന് പടക്കം പൊട്ടിക്കലങ്ങ് തുടങ്ങി. പേടിയുണ്ടായിരുന്നു ചെക്കൻ കിടന്ന് കരയോന്നുള്ളത്. പക്ഷേ ചെക്കനാകെ വലിയ കുഴപ്പമൊന്നുമില്ല. ആദ്യം സംഭവം പടക്കം പൊട്ടിക്കാണ്ടിപ്പോൾ ആദ്യം പേടിച്ചു, പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ വാള് കൂളായിരുന്നു കേട്ടോ. അപ്പോൾ വലിയ പടക്കം പൊട്ടിക്കാൻ നേരത്തെ ചെക്കനെ കൊണ്ട് ഇച്ചിക്കുട്ടനെ അങ്ങ് മാറിയിരുന്നു. അയ്യോ അങ്ങനെയില്ല കേട്ടോ, കിച്ചിയോട്ടും ഇച്ചിക്കുട്ടനെ കൊണ്ട് അങ്ങ് മാറിയിരുന്നു കേട്ടോ. പിന്നെ വിഷുവിനെ വരവേൽക്കാൻ വേണ്ടി പിന്നെ അങ്ങോട്ട് പടക്കത്തിൻ്റെ പൊടി പൂരായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ആഘോഷത്തിനായിട്ട് കിടക്കാം. എനിക്ക് വേണം കൊടുക്കാം. ചിരിച്ചോളെ ശാനെ.
ടൈപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. സാധാ കമ്പിത്തിരിയും പിന്നെ വേറെ കത്തിച്ചേമ്പിൻ്റെ സ്റ്റാർ രീതിയിൽ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വരുന്നത് നല്ല രസമുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നോർമലി നമുക്ക് പണ്ട് അറിയാവുന്നൊരു കമ്പിത്തിരി ഉണ്ടല്ലോ, അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതാണ് കേട്ടോ കത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കത്തിച്ച് തീർന്ന് ഇപ്പം ഞാൻ അത് കത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ പോവാണ് കേട്ടോ. അപ്പോൾ കിച്ചോൻ എൻ്റെ അവിടെ നിന്ന് കളിയാക്കുന്നുണ്ട്. അപ്പോൾ നോക്കട്ടെ കിച്ചോടെ കറങ്ങി തിരിഞ്ഞ് വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കിച്ചോടെ എന്തൊക്കെയോ ഡയലോഗ് അടിച്ചിട്ട് പോയതാണ്. ഇങ്ങനെ പുകയാണല്ലോടി മൊത്തം. അയ്യേ ശോകം അയ്യ ദൈവമേ ശോകം കണ്ടു. ചീറ്റി പോയത് കണ്ടോ പൊന്നേ, കീറ്റി പോയത് കണ്ടോ. അയ്യയ്യയ്യയ്യയ്യേ.